കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ശക്തമായ സാഹചര്യ തെളിവുകൾ സിദ്ദിഖിന് തിരിച്ചടിയായി. വർഷങ്ങൾക്ക് മുമ്പ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്നും സിദ്ദിഖ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് സിദ്ദിഖ് മുന്നോട്ട് വെച്ച ആവശ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പീഡന പരാതി നൽകിയ പൊന്നാനിയിലെ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമമെന്ന് ആരോപണം. കേസിൽ നിന്നും പിന്മാറാൻ സഹായ വാഗ്ദാനവുമായി 2 പേർ വീട്ടിലെത്തി. എന്നാൽ പരാതി പിൻവലിക്കില്ലെന്നും നീതി കിട്ടും വരെ പോരാടുമെന്നും അതിജീവിത പറഞ്ഞു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് സിപിഐയുടെ പാർട്ടി മുഖപത്രമായ ജനയുഗത്തിലെഴുതിയ മുഖപ്രസംഗത്തിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണെന്നും ക്രമസമാധാന പാലനത്തിലെ അനുഭവ സമ്പത്ത് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. തൃശൂർ പൂരത്തിന്റെ ചുമതല മുഴുവൻ ജൂനിയറായ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചത് ശരിയല്ല. പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ളപൂശുന്ന കണ്ടെത്തലാണ് ADGP തന്നെ അന്വേഷിച്ചു നൽകിയ റിപ്പോർട്ടിലുള്ളതെന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു. സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള നടിയും BJP MPയുമായ കങ്കണ റണൌട്ടിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ്. ഒന്നെങ്കിൽ കങ്കണ ആരോപണം തെളിയിക്കണം, അല്ലെങ്കിൽ നിയമ നടപടി നേരിടാൻ തയ്യാറായിക്കോ എന്നാണ് ഹിമാചൽ പ്രദേശിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിക്രമാദിത്യ സിംഗ് പ്രതികരിച്ചത്. ഹിമാചൽ പ്രദേശ് സർക്കാർ ദുരന്ത നിവാരണ ഫണ്ട് സോണിയാഗാന്ധിക്ക് വകമാറ്റി നൽകുന്നു എന്നായിരുന്നു കങ്കണയുടെ ആരോപണം. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് ഇന്നും തുടരും. ശിരൂർ ദൗത്യത്തിന് കാലാവസ്ഥ വെല്ലുവിളി. ഗംഗാവലി പുഴയോരത്ത് ശക്തമായ മഴയാണ് നിലവിൽ. കാലാവസ്ഥ അനുകൂലമെങ്കിൽ മാത്രം ഇന്ന് തിരച്ചിൽ നടത്തുകയുള്ളൂ. തിരച്ചിലിൽ ലോകഭാഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ടാങ്കറിന്റെ എഞ്ചിനും ടയറും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം കണ്ടെത്തിക്കഴിഞ്ഞു. അതിനാൽ തന്നെ ഇനി തിരച്ചിൽ നടത്താനുള്ള സ്ഥലങ്ങളിൽ അർജുന്റെ ലോറി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ അർജുന്റെ ലോറിയിലെ ലൈറ്റ് റിഫ്ലക്ടറിന്റെ ഭാഗം കണ്ടെത്തിയത് നിർണായക വഴിത്തിരിവായി. ബംഗളൂരുവിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി മലയാളികൾ തീർത്ത പൂക്കളം നശിപ്പിച്ച യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗളൂരു തനിസാന്ദ്രയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് സംഭവം. ഓണാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി മൊണാർക്ക് സെറനിറ്റി ഫ്ളാറ്റിലെ വീട്ടമ്മ നൽകിയ പരാതിയിൽ മലയാളിയായ സിമി നായർ എന്ന സ്ത്രീക്കെതിരെയാണ് പൂക്കളം അലങ്കോലമാക്കിയതിൽ കേസെടുത്തത്. അതിക്രമിച്ച കയറൽ, ഭീഷണിപ്പെടുത്തൽ, ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിശുദ്ധവരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുന്നു. വ്യവസായി ബോബി ചെമ്മണ്ണൂർ നൽകുന്ന 10 ലക്ഷം രൂപ വീട് വെക്കാനായി MLA T സിദ്ദിഖ് കൈമാറി. ശ്രുതിക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ തലത്തിൽ ആവശ്യമുന്നയിക്കുന്നുണ്ടെന്നും MLA പറഞ്ഞു. ന്യൂസിലൻഡിനെതിരായ ആദ്യ ടെസ്റ്റിലെ ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നേറി ശ്രീലങ്ക. ആദ്യ ടെസ്റ്റിലെ ജയത്തോടെ ശ്രീലങ്ക ന്യൂസിലൻഡിനെ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് കയറി. 8 ടെസ്റ്റിൽ 4 ജയവും 4 തോൽവിയുമായുള്ള ലങ്ക 48 പോയിന്റും 50% വിജയവുമായാണ് 3ാം സ്ഥാനത്തേക്ക് കയറിയത്.